ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഇവർ അതിനെ ഭക്ഷിച്ച മാത്രയിൽ ഇവരുടെ ആത്മകണ്ണ് നഷ്ടമായി, ആ പ്രകാശമായി പോയി. അവിടെ തേജസ്, ദൈവിക തേജസ് കൊണ്ട് നഗ്നതയെ മറച്ചിരുന്ന ദൈവിക തേജസ് അവരിൽ നിന്ന് ഇല്ലാതായി പോകാനിടയായി തീർന്നു. നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, നിങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം, ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആ പാപം ചെയ്തപ്പോൾ അവിടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതം നയിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവിക തേജസ് എപ്പോഴും നിലനിൽക്കാനിടയായിത്തീരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ കാണാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ആ ദൈവിക തേജസ് കൊണ്ട് പൊതിയപ്പെട്ട ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അവർ ചെയ്യരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഫലം അവർ പറിച്ചു കഴിച്ചപ്പോൾ അവരുടെ അകത്തു നിന്ന് ആ നിത്യജീവൻ മാറിപ്പോകുവാനിടയായി തീർന്നു. ദൈവ തേജസ് അവരെ മൂടി, നഗ്നതയെ മറച്ചിരുന്ന ദൈവ തേജസ്, അവർക്കറിയാൻ കഴിയാതിരുന്ന ആ ദൈവ തേജസ് അവരിൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നു. ഈ മാറിപ്പോകുന്ന സമയത്ത് അവിടെ സംഭവിച്ചെന്നറിയാമോ? അവർ ഓടി ഒളിക്കാൻ തുടങ്ങി. എന്താ കാര്യം? അതുവരെ അറിയാത്ത നഗ്നത അവരുടെ മുമ്പിൽ ഓപ്പൺ ആകാൻ തുടങ്ങി. അവരുടെ മുമ്പിൽ ആ നഗ്നത വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അതുവരെ നഗ്നതയെ അവരറിഞ്ഞില്ല. പക്ഷേ അതുമുതൽ സംഭവിച്ചറിയാമോ? നഗ്നത വെളിപ്പെടാൻ തുടങ്ങി. നഗ്നത വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവിടെ സംഭവിച്ചതെന്നറിയാമോ? ഈ അത്തിവൃക്ഷത്തെ ആശ്രയിച്ചു. ഇവർ അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ നോക്കിയപ്പോൾ അത്തിയുടെ ഇല അങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല അത്തി ഇലയാ, അതിന്റെ ഇല നല്ല ഇലയാ. ആ ഇല ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ആ ഇലയെ തുന്നിക്കെട്ടി ഇവർ ജോയിന്റ് ചെയ്ത് ഇവർ എന്തുണ്ടാക്കി? വസ്ത്രമുണ്ടാക്കി. ഈ ഇല കൊണ്ട് ഇവർ വസ്ത്രമുണ്ടാക്കി. ഈ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി ഇവരുടെ ശരീരത്തെ എന്ത് ചെയ്തു? അവർ ആ കത്തി ഇല കൊണ്ട് കൂട്ടി തുന്നി ഇവരുടെ ശരീരം ധരിപ്പിക്കാനിടയായി.